അ ഫോർഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ബേക്കറികളിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ അ ഫോർഫ് എന്നാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. മൈദ കൊണ്ടുണ്ടാക്കുന്ന ബർഫി തന്നെയാണിത്. ഷേപ്പിൽ ചെറിയ മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ തീയിലിട്ട് മൈദ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയിക്കോളും. നല്ലൊരു മണം വരുന്ന സമയത്ത്, അതായത് മൈദയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് മാത്രം മതി ഇത് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷവും കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു കട്ടിയുള്ള പാത്രം എടുക്കാം. ഞാനിവിടെ ഒരു ഓട്ടുരുളിയാണ് എടുത്തിട്ടുള്ളത്. അടികട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഉരുളിയിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കാം. തേങ്ങ കൂടുതൽ ആവശ്യമുള്ളവർക്ക് 5-6 ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ഇത്രയും അളവിന് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പഞ്ചസാര മെൽറ്റായിട്ട് നല്ലൊരു നൂൽ പരുവാകുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പഞ്ചസാര നന്നായിട്ട് വറ്റി ഒരു ഒറ്റനൂൽ പരുവാകുന്നത് വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതുപോലെ നമ്മളിങ്ങനെ വിരൽ വെച്ച് തൊട്ട് നോക്കുന്ന സമയത്ത് ഒരു നൂല് പോലെ വലിഞ്ഞു വരണം. ഇതാണ് ഇതിൻ്റെ പാകം. ഈ ഒറ്റനൂൽ പരുവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ ഈ പഞ്ചസാരയിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മൈദയിൽ ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ ഉടച്ചുടച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം. മൈദയും പഞ്ചസാരയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ സമയത്ത് ഇതിൻ്റെ തീ കൂട്ടി കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും. ഇതിപ്പോൾ നന്നായിട്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉരുളിയിൽ നിന്നും ചെറുതായിട്ട് വിട്ട് വരുന്നുണ്ട്. ഉരുളിയിൽ നിന്നും നന്നായിട്ട് വിട്ട് വരുന്ന ഈ സമയത്ത് വേണം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാൻ. കൂടുതൽ കട്ടിയാവാൻ നിൽക്കരുത്. ഇത് പിന്നീട് ഉറച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാനൊന്നും പറ്റാതെയാവും. ഈ ഒരു പാകത്തിൽ തന്നെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റണം. കാരണം തണുത്ത് കഴിയുമ്പോൾ മൈദ നന്നായിട്ട് ഉറക്കും. അതുകൊണ്ട് കൂടുതൽ കട്ടിയാവാൻ നിൽക്കരുത്. ഈ സമയത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അല്പം ഒന്ന് ചൂടാറാൻ വെക്കണം. കൂടുതൽ തണുക്കാൻ വെക്കരുത്. അല്പം ഒന്ന് ചൂടാറി കഴിയുമ്പോൾ, നമ്മുടെ കൈ പൊള്ളാത്തൊരു പാകത്തിലായി കഴിയുമ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കണം. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പരന്ന സ്ഥലത്ത് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിലോ ടേബിളിലോ മറ്റോ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ വരെ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പകുതി നമുക്കിത് മാറ്റി വെക്കാം. ആദ്യം പകുതി യൂസ് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ബാക്കി പകുതി എടുത്താൽ മതി. നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. നന്നായിട്ട് വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇനി നമ്മളിത് വേവിക്കുന്നില്ല. അതുകൊണ്ട് വറുക്കാത്ത അരിപ്പൊടി യൂസ് ചെയ്താൽ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. നന്നായിട്ട് വറുത്തിട്ട് തന്നെ അരിപ്പൊടി എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അ4ഫിൻ്റെ കൂട്ട് ഈ അരിപ്പൊടിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അരിപ്പൊടി കൂട്ടിയിട്ട് കുഴക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. ഞാൻ എടുത്തിരിക്കുന്ന പകുതി അരിപ്പൊടി തന്നെ ഇതിന് ധാരാളമാണ്. ഇനി എടുക്കേണ്ട ആവശ്യമില്ല. അരിപ്പൊടി കൂടിക്കഴിഞ്ഞാലും വല്ലാതെ കട്ടിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാതെയാവും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം അരിപ്പൊടി യൂസ് ചെയ്താൽ മതി. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് നല്ല ഷേപ്പിലാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. അല്പം നീളത്തിലുള്ള ഒരു ഷേപ്പിലാണ് ഇത് ഞാൻ ഉരുട്ടുന്നത്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ പൊതുവെ കടകളിലൊക്കെ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. പൊതുവെ കടകളിൽ ഉണ്ടാകുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. എൻ്റേത് അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. എങ്കിലും ഏകദേശം ഇതുപോലെയാണ് കടകളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഒരു അ4ഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ അ4ഫും ഉണ്ടാക്കിയെടുക്കാം. മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. പുറമേ കാണുമ്പോൾ ഹാർഡായിട്ട് തോന്നുമെങ്കിലും ഇതൊട്ടും ഹാർഡല്ല. നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ കാണാൻ കഴിയും നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നത്.
പശുവിൻ നെയ്യിൻ്റെ നല്ലൊരു രുചിയും തേങ്ങയുടെ കടിയും ഒക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്